പ്രിയ സ്നേഹിതരെ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖത്ത് വിടരുന്ന പുഞ്ചിരിയുടെ ഭാവം കണ്ടാൽ നമുക്കും സന്തോഷം തോന്നും, നമുക്കും ഒന്ന് പുഞ്ചിരിക്കണം എന്ന് തോന്നും. അതേപോലെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖത്ത് സങ്കടത്തിൻ്റെ ഭാവമോ കരയുന്നതായോ നാം കണ്ടാൽ നമുക്കും സങ്കടം തോന്നും, നമുക്കും ഒരു അയ്യോ ഭാവം തോന്നും. ഇതെന്തിനെ വിളിച്ചറിയിക്കുന്നറിയാമോ? ഒരു സാമൂഹിക ജീവി എന്നതിനേക്കാൾ ഉപരി വികാര നിർഭരമായ ഒരു ജീവി കൂടിയാണ് മനുഷ്യർ എന്നുള്ളതാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഒക്കെ നിക്ഷേപിച്ചുകൊണ്ട് ഒരു സമൂഹമായി ഒറ്റക്കെട്ടായി ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ വാസ്തവമാണെന്നിരിക്കെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളോട് നാം പുറമേ പ്രതികരിക്കുന്നത് പോലെ തന്നെ ആകമേ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ കൂടെ പ്രതികരിക്കും എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വിചാരങ്ങളെ അടക്കി വെച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മിശ്രിത ഭാവങ്ങളെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് നാം മുന്നോട്ട് ജീവിക്കാറുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരട്ടെ. നാം വാഹനം ഓടിച്ചു പോകുകയോ വാഹനത്തിൽ യാത്ര ചെയ്യുകയോ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വഴിയരികിൽ ഒരു അപകടം നടന്നു എന്ന് കണ്ടാൽ നമ്മുടെ പുറമേ ഉള്ള കണ്ണുകൾ കൊണ്ട് അവിടേക്ക് നോക്കും. അതിനേക്കാൾ ഉപരി നമ്മുടെ ഉള്ളിലെ അകത്തെ മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയാണ് ആ അപകടത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും ശാരീരികമായ ക്ലേശമുണ്ടായോ, മുറിവോ ചതവുണ്ടായോ, എന്തെങ്കിലും മരണം നടന്നോ, വലിയ അപകടമായിരുന്നു അവിടെ നടന്നത് എന്നൊക്കെ അറിയാനൊരു ആകാംക്ഷ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നതിനേക്കാൾ ഉപരി എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഭാവം, എൻ്റെ അകത്തെ മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു വിചാരമാണ് എൻ്റെ സഹജീവികളെക്കുറിച്ച് അറിയണം, അവരെങ്ങനെ ഇരിക്കുന്നു, ഏതവസ്ഥയിലായിരിക്കുന്നു എന്നൊക്കെ. എന്നാൽ പ്രിയമുള്ളവരെ, പലപ്പോഴും അപകടം കാണുമ്പോൾ എത്തി നോക്കാൻ പോലും താല്പര്യമുള്ള നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ വിഷമം കാണുമ്പോൾ, ദുഃഖം കാണുമ്പോൾ എങ്ങനെയാണ് കണ്ടില്ല എന്നടിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമുക്കതിനെ അവഗണിച്ചിട്ട് നമ്മുടെ ജീവിതവുമായി മുൻപോട്ട് മാത്രം പോകാൻ കഴിയുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവം നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് അനേകർക്ക് ആശ്വാസത്തിനും സൗഖ്യത്തിനും വിടുതലിനും വേണ്ടിയൊക്കെയാണ്. അനേകരെ കൈത്താങ്ങേണ്ടത് ആവശ്യം. നമ്മുടെ സമൂഹത്തിൽ നല്ല നിലവാരങ്ങൾ ജീവിക്കുന്നവരുണ്ട്, നിലവാരം കുറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്, നിർധന അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്, സങ്കടവും വിഷമവും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരിക്കലും ഇതൊന്നും കണ്ടില്ല, എനിക്കുള്ളത് കൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്ന് ചിന്തിച്ച് നാം മുന്നോട്ട് പോകരുത്. ഏതൊരു വ്യക്തിയുടെയും ഭാവപ്രകടനങ്ങളുടെ ഒരു പ്രതിഫലനം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏതൊരവസ്ഥയിലും ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഒറ്റക്കെട്ടായി ജീവിക്കണം എന്നുള്ളതാണ്. ഐക്യതാ മനോഭാവം നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവിനൊത്തവണ്ണം നാം മറ്റുള്ളവരെ കൂടെ താങ്ങിക്കൊണ്ട് നടക്കാൻ ഒരു മനസ്സും ഒരു താല്പര്യം നമുക്കുണ്ടാകണം. വേദപുസ്തകത്തിൽ ഒരു ശമരിയക്കാരൻ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ദൈവം അതിലൂടെ പഠിപ്പിക്കാൻ നമ്മളെ ആഗ്രഹിക്കുന്നത്, ഒരാൾ മുറിവേറ്റു, ഒരാൾ ആവശ്യത്തിലിരിക്കുന്നു എന്ന് കണ്ടാൽ ആ വ്യക്തി വീണ് കിടക്കുന്നതിനടുത്തൂടെ പോകുമ്പോൾ കണ്ടാൽ അത് എനിക്ക് ഭവിച്ചതല്ലല്ലോ, എനിക്കതുമായിട്ട് ബന്ധമില്ല എന്ന് വിചാരിച്ച് കടന്നുപോയ രണ്ട് കൂട്ടരെ കുറിച്ച് ആ കഥയിൽ പറയുന്നുണ്ട്. പിന്നീട് വന്ന ഒരാൾ ആ മുറിവേറ്റ് കിടക്കുന്ന ആളിനെ കണ്ടിട്ട് ഒരു അയ്യോ ഭാവം തോന്നി, ഒരു സഹതാപം തോന്നിയിട്ട് ആ മുറിവേറ്റ ആളിനെ തൻ്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി രക്ഷിച്ചതിനെ കുറിച്ച് ആ കഥയിൽ പറയുന്നുണ്ട്. എന്നിട്ട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ 3 പേരിൽ ആരാണ് നല്ല സ്നേഹിതൻ എന്ന്. അപ്പോൾ ആ ശമരിയ പട്ടണത്തിൽ നിന്ന് വന്ന ശമരിയക്കാരനാണ് ഈ മുറിവേറ്റ വ്യക്തിയുടെ നല്ല സ്നേഹിതൻ എന്ന് ആ കഥയിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
ദൈവം പറയുന്ന മറ്റൊരു വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. സ്നേഹിതനു വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല എന്നൊരു പരമാർത്ഥം വേദപുസ്തകം വിളിച്ചു പറയുന്നുണ്ട്. ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു എന്നും വേദപുസ്തകത്തിൽ പറയുന്നു. കാണാൻ കഴിയാത്ത ദൈവത്തെ കാണത്തക്ക വണ്ണം ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു, ജീവിച്ചു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ പേര് യേശു ക്രിസ്തു എന്ന വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഒരു സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ്. സ്നേഹം പ്രകടിപ്പിച്ച് കാണിക്കുവാൻ, പ്രവൃത്തിയിലൂടെ കാണിക്കുവാൻ വേണ്ടിയാണ്. എന്താണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ സ്നേഹത്തിൻ്റെ പ്രകടനമായി കാണിച്ചത്? തൻ്റെ ജീവനെ മനുഷ്യർക്ക് വേണ്ടി മറുവിലയായി കൊടുത്തതാണ് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.